ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടി ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എൻ്റെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയി. 1K എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയതാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ എനിക്കത് വലിയ കാര്യമാണ്. കാരണം ഇന്നോ ഇന്നലെയോ ആയിട്ട് തുടങ്ങിയ ചാനലൊന്നും അല്ല. ഞാൻ 4 വർഷമായി ഇത് തുടങ്ങിയിട്ട്. 4 വർഷം കൊണ്ട് ഇപ്പാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആയത്. അതിന് കാരണം ഞാൻ തന്നെയാണ്. കാരണം വീഡിയോസ് ഞാൻ അങ്ങനെ ഇടാറില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇടാറുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇടാറില്ല. പിന്നെ എൻ്റെ മടിയും അതൊക്കെ കാരണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല യൂട്യൂബിന്. പിന്നെ ഇപ്പായിട്ടാണ് ഈ നടക്ക് ഒരു 6 മാസം മുന്നേ മുതലാണ് ഞാൻ അധികം യൂട്യൂബിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻ്റെ 1K ജേണിയും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ആക്ച്വലി 1K ആയിട്ട് കുറേ ദിവസം ഒരു 2-3 വീക്സ് ആയി. അപ്പം ഈ നിങ്ങൾക്ക് താങ്ക് യു പറയുന്നത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ വന്നിരുന്ന് താങ്ക് യു പറയാൻ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടും നിങ്ങളോട് താങ്ക് യു പറയണം എന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും 3 ആഴ്ചയൊക്കെ എടുത്തു ഗൈസ്. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയിപ്പോയത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് ഒരു 1K 1 മില്യൺ 1K 1 മില്യൺ അധികമായിപ്പോയോ? കുഴപ്പമില്ല, കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ ഇല്ലേ. അപ്പോൾ 1 മില്യൺ വേണ്ട, അതിനെക്കാട്ടി പോലെ ഒരു 10 മില്യൺ, എത്രയും പെട്ടെന്ന് ഒരു 10 മില്യൺ അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു താങ്ക് യു ആണ് ഗൈസ്. ഇത് ക്വില്ലിംഗ് ഷീറ്റിനെ കൊണ്ട് ഉണ്ടാക്കുന്ന കൊണ്ട് തന്നെ ഇത് കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടൈം ലാപ്സിൽ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി യൂട്യൂബ് തുടങ്ങുന്നത് 2021 ഡിസംബറിലാണ്. തുടങ്ങിയിട്ട് ഞാൻ അപ്പം തന്നെ വീഡിയോസൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ടായിട്ടില്ല. വോയിസ് ഇല്ലാത്ത മ്യൂസിക് ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ്, അതും ക്രാഫ്റ്റ് വീഡിയോസ് തന്നെയാണ്. എൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ 2021 ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു ഒന്ന് യൂട്യൂബ് തുടങ്ങാമെന്ന് വെച്ചിട്ട്. പിന്നെ എനിക്ക് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ ഞാൻ ഓരോ ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഒരു 2-3 ക്രാഫ്റ്റ്സ് ആദ്യം ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങ് നിർത്തി വെച്ചു ഗൈസ്. പിന്നെ യൂട്യൂബ് തൊട്ടിട്ടേ ഇല്ല. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളതേ ഞാൻ മറന്നുപോയി. എന്നിട്ട് ഏകദേശം 1 വർഷം വരെ ഞാൻ അങ്ങനെ ആക്റ്റീവോ അല്ല, ആക്റ്റീവ് ഒന്നും ഉണ്ടായിട്ടില്ല. റീൽസ് സംതിങ് ഞാൻ ഇടുന്നുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വീഡിയോസോ ക്രാഫ്റ്റ്സോ എല്ലാം ഞാൻ മറന്നു. അപ്പോഴാണ് ഏകദേശം ഒരു വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോയി. ട്രാവൽ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂരും അങ്ങനെയൊക്കെ ട്രാവലിംഗ് നമ്മൾ കുറച്ചധികം തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പണ്ടെപ്പോൾ ഒരിക്കൽ തുടങ്ങി വെച്ച യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ട്രാവൽ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ട്രാവലിലോട്ട് വന്നു. അതും ഏകദേശം ഒരു 3-4 വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾക്ക് എടുത്താൽ കാണാം. എൻ്റെ യൂട്യൂബിൽ ആകെ കുറച്ച് ലോങ് വീഡിയോസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ട്രാവൽ വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ. അങ്ങനെ ഞാൻ ആ ട്രാവൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. ഒരു 5-6 സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോറിങ്ങും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ വീഡിയോസ് ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളതങ്ങ് നിർത്തി ഗൈസ്. കുറച്ച് ബിസിയോ ഇതൊക്കെ ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാറേ ഇല്ല. അത് സ്റ്റോപ്പായി. അപ്പം എന്ത് ചെയ്തു, ആ വീഡിയോ അവിടെ സ്റ്റോപ്പായി. പിന്നെ എന്തെങ്കിലും ഇതേമാതിരിയുള്ള സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ മാത്രമല്ലേ ഞാൻ എൻ്റെ യൂട്യൂബ് പൊടി തട്ടി എടുക്കാറുള്ളൂ. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കടന്നു പോയി. 2024 അപ്പോൾ ഈ വർഷം എന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് യൂട്യൂബ് വളർത്തി വരണം, അതായത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഇതൊക്കെ റീൽസൊക്കെ എടുക്കും ഇൻസ്റ്റാഗ്രാമിലും, പിന്നെ കുറച്ച് റീൽസ് ആപ്പുകളിലൊക്കെ റീൽസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ വർഷം എന്തായാലും യൂട്യൂബ് കറക്റ്റായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചാണ്. അങ്ങനെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിലൊക്കെ നമ്മുടെ വിഷുവിൻ്റെ ഇതൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് എൻ്റെ മനസ്സിൽ തോന്നി എന്നാൽ പിന്നെ ഡെയിലി വ്ളോഗ്സ് ഇടാം. വ്ളോഗ്സ് ഇടുമ്പം എന്താ പറയുക, അത്ര വലിയ ടൈമും വേണ്ട, നമുക്ക് എന്താ കണ്ടൻറ്റ് വേണം എന്നുള്ളത് ചിന്തിക്കണ്ട. ഡെയിലി വ്ളോഗ്സ് ആകുമ്പോൾ അത് അങ്ങ് പോവുമല്ലോ. അപ്പോൾ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫും വോട്ട് 8 ഡേയോ അതൊക്കെ ഇടാമെന്ന് വെച്ചിട്ട് കുറച്ച് ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വോട്ട് 8 ഡേ, പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ലൈക്ക് വിഷുവിൻ്റെ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവിടെ
പെട്ടെന്ന് ഏപ്രിൽ സമയത്ത് ആ ഒരു ടൈമിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ എവിടെയോ അതും അങ്ങ് ചീറ്റിപ്പോയി ഗൈസ്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഡെയിലി വ്ളോഗ്സ് എടുക്കലാണ് ഏറ്റവും വലിയ കഷ്ടകരമായ പണിയെന്നാണ് എനിക്ക് പിന്നെ തോന്നിയത്. എന്നിട്ട് ഞാൻ വീണ്ടും നമ്മളെ പഴയ സാധനമായ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസിലോട്ടൊക്കെ ഒന്ന് വന്നു. കുറേ ക്രാഫ്റ്റ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി കേട്ടോ. കൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 2 ഡേയ്സിൽ ഒരിക്കലെങ്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. പിന്നെ ഷോർട്സ് ഒക്കെ ഞാൻ അതിൻ്റെ തന്നെ ഇങ്ങനെ ഇടാറുണ്ടായിരുന്നു. അവിടെ ലോങ് വീഡിയോസ് ഞാൻ എത്ര ഇട്ടിട്ട് എനിക്ക് അങ്ങനെ വ്യൂസ് ഒന്നും കിട്ടുന്നുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഷോർട്സ് ഇടുമ്പോൾ വീഡിയോസ് റീച്ച് ആവുന്നുണ്ടായിരുന്നു. ഏകദേശം അധികമൊന്നുമല്ല, ഏകദേശം ഒരു 5K 7K അങ്ങനെയൊക്കെ റീച്ച് കിട്ടുന്നുണ്ടായിരുന്നു ഓരോ ഷോർട്സിനൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അധികം ഷോർട്സിലേക്ക് വന്നു. പിന്നെ അവിടെയും എനിക്ക് കൺസിസ്റ്റൻസി ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്കായി, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് 1 മാസം അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യാണ്ടായി. പിന്നെ വീണ്ടും ഞാൻ തുടങ്ങിയതാണ്. അതിപ്പോൾ റീസെൻ്റായിട്ട് ഒരു 2-3 മന്ത്സ് എന്തോ ആയി ഞാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുവരെയുള്ള ഞാൻ ഇട്ടിട്ടുണ്ടായ വീഡിയോസിനൊക്കെ എനിക്ക് അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ അകത്തുനിന്നൊന്നും കൂടുന്നുണ്ടായിട്ടില്ല. പിന്നെ വ്യൂസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അധികം വ്യൂസ് ഒന്നും കിട്ടുന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ മാതിരി റീസെൻ്റായിട്ട് 2-3 മന്ത്സ് മുതലാണ് തുടങ്ങിയത്. അപ്പോൾ ലോങ് വീഡിയോസിന് എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല. ആക്ച്വലി ലോങ് വീഡിയോസ് എൻ്റെത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഷോർട്സിനും ആവില്ല, ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോവും അല്ല, അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കുള്ളൊരു ലെങ്ത്തിലെ വീഡിയോ ഇല്ലേ, ആ വീഡിയോ ആണ് ഞാൻ സാധാരണ ഇടൽ. അതേത് വീഡിയോ ആയിട്ട് കണക്ക് കൂട്ടുമോ എനിക്കറിയില്ല ഗൈസ്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഏകദേശം 5 മിനിറ്റ്സിൻ്റെ കൂടുതലൊക്കെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു 200-300 വ്യൂസ് എങ്കിലും കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടോ എന്തോ അറിയില്ല. പക്ഷേ ഷോർട്സിൽ നല്ല രീതിയിൽ എനിക്ക് റീച്ച് കിട്ടുന്നുണ്ടായിരുന്നു, നല്ല സപ്പോർട്ടും കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട്. ക്രാഫ്റ്റ് വീഡിയോസ് തന്നെയാണ് ഇടാറ്. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഷോർട്സ് തന്നെയാണ് എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ സ്വാഭാവികം ഷോർട്സിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അധികം ഷോർട്ട് വീഡിയോസ് ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാറ്. അപ്പം ലോങ് വീഡിയോ ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിട്ടില്ല. ഇനി മുതൽ ഞാൻ ട്രൈ ചെയ്യാം ഗൈസ്. ട്രൈ ചെയ്യലല്ല, ഞാൻ മാക്സിമം ശ്രമിക്കാം. കാരണം ലോങ് വീഡിയോസ് എന്ന് വെച്ചാൽ ഈ ക്രാഫ്റ്റ്സ് ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട് ഏകദേശം 1 ദിവസം 2 ദിവസം എല്ലാം ആവും ലോങ് വീഡിയോസിന് വേണ്ടിയിട്ട്. ഷോർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു അര ദിവസം കൊണ്ട് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേഗം അപ്ലോഡ് ചെയ്യാം. പക്ഷേ ലോങ് ആവുമ്പം ഒരുപാട് ടൈം എടുക്കും, ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് കുറച്ച് ഡിലേ ആക്കുന്നത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 5 ദിവസം 6 ദിവസമൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇനി ഞാൻ മാക്സിമം 2 ദിവസത്തിലോ 3 ദിവസത്തിലോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ 1K റീച്ച് ആയത്. ഒരുപാട് ഞാൻ ആദ്യം മുതലേ ഇപ്പം 3 വർഷം ആയെന്നുണ്ടെങ്കിലും 3 വർഷം മുതലേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കിയത്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഗൈസ്. ഇനിയും നിങ്ങൾ ഇതേമാതിരി തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മുന്നോട്ട് ഞാൻ എന്തായാലും ഡെയിലി വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ എൻ്റെ ആ 1K ജേർണി. ഇനി നമുക്ക് കുറച്ച് ക്രാഫ്റ്റ്സിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് ക്വില്ലിംഗ് ഷീറ്റിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. എനിക്ക് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കണം എന്ന് സാധാരണ ഫേസ് നോക്കിയിട്ട്, അതായത് ക്യാമറ നോക്കിയിട്ട് സംസാരിക്കലാണ് എല്ലാവരും ചെയ്യാറ്. പക്ഷേ എനിക്ക് അങ്ങനെ തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല. എൻ്റെ ക്രാഫ്റ്റിലൂടെ ഒന്ന് നിങ്ങളോടിത് പറയണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് അതേമാതിരിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ ക്രാഫ്റ്റും കൂടി ഞാൻ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 3 ദിവസം എന്തോ എടുത്തു. അങ്ങനെ 3 ദിവസത്തെ കഷ്ടപ്പാടാണ് ഗൈസ് നിങ്ങൾ ഈ 10 മിനിറ്റിൽ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ, പിന്നെ കമൻറ്റും കൂടി ഇട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ 1K സബ്സ്ക്രൈബേഴ്സ്. ഇനി അടുത്ത ജേർണി ഞാൻ 2K ആവുമ്പം പറയാട്ടോ. അപ്പോൾ വേഗം 2K ആക്കാൻ സഹായിക്കുക ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.